നമസ്കാരം. ഇലക്ട്രോണിക്സ് മെയ്ഡ് സിമ്പിൾ പാർട്ട് 4 ബേസിക് ഇലക്ട്രോണിക്സ് തുടരുന്നു. ട്രാൻസ്ഫോർമർ വൈദ്യുതോർജ്ജം ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരേ ആവൃത്തിയിൽ തന്നെ, അതായത് ഫ്രീക്വൻസിയിൽ തന്നെ കൈമാറുന്ന ഒരു വൈദ്യുത ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. ഇതിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ട്രാൻസ്ഫോർമറിന് വ്യത്യസ്ത വോൾട്ടേജുകൾ നൽകാനും കഴിയും. ട്രാൻസ്ഫോർമറുകൾക്ക് പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ 2 വൈൻഡിങ്ങുകൾ ഉണ്ടായിരിക്കും. ഈ ചിത്രത്തിൽ കാണാൻ ശ്രദ്ധിക്കുക. പ്രൈമറി, സെക്കൻഡറി എന്ന 2 വൈൻഡിങ്ങുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. പ്രൈമറി വൈൻഡിങ് സെക്കൻഡറിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കുന്നു. സെക്കൻഡറി വൈൻഡിങ് പ്രൈമറിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്നാണ് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. വൈൻഡിങ്ങുകളിൽ വ്യത്യസ്ത ടാപ്പിങ്ങുകൾ ഉപയോഗിച്ചാൽ വിവിധ വോൾട്ടേജുകൾ ഒരേ ട്രാൻസ്ഫോർമറിൽ നിന്ന് തന്നെ ലഭ്യമാക്കാനും കഴിയും. ട്രാൻസ്ഫോർമർ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ, അതായത് AC യിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ടർ ഇലക്ട്രിക്കൽ കണ്ടക്ടറായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കോയിലുകൾ കൊണ്ടാണ് ഇൻഡക്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മിശ്രിതത്തിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് ഫിൽട്ടർ ചെയ്യാൻ ഇൻഡക്ടർ ഉപയോഗിക്കുന്നു. ഇൻഡക്ടർ ഒരു സർക്യൂട്ടിലെ AC-യെ തടയുകയും DC-യെ അതിലൂടെ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി എന്നാണ് അറിയപ്പെടുന്നത്. റിലേ ഒരു സർക്യൂട്ടിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് സ്വയം പ്രവർത്തിക്കുകയും അതിലൂടെ മറ്റൊരു സർക്യൂട്ടിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് വേണ്ടതായ പ്രവർത്തനം നൽകുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോമെക്കാനിക്കൽ സ്വിച്ചാണ് റിലേ. റിലേയിൽ ഒരു കോയിലും അതിലെ കാന്തിക വലയത്തിൽ, മാഗ്നറ്റിക് വലയത്തിൽ പ്രവർത്തിക്കുന്ന നോർമലി ഓപ്പൺ അല്ലെങ്കിൽ നോർമലി ക്ലോസ് എന്നീ കോണ്ടാക്റ്റുകളും ഒരു കോമൺ പോയിന്റും ഉണ്ട്. ഇതിലൂടെ മറ്റു സർക്യൂട്ടിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. റിലേ പ്രവർത്തിക്കുമ്പോൾ അതിലെ കോണ്ടാക്റ്റുകൾ പ്രവർത്തിക്കുന്നു. സർക്യൂട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടതായ സിഗ്നലുകളെ ഈ കോണ്ടാക്റ്റുകൾ നിയന്ത്രിക്കുന്നു. ട്രാൻസിസ്റ്റർ 2 PN അല്ലെങ്കിൽ NP ജംഗ്ഷനുകൾ ഒരുമിച്ച് ചേർത്താണ് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടറിൻ്റെ സംയോജനമാണ് ഒരു ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന് PNP അല്ലെങ്കിൽ NPN എന്നീ 3 വിഭാഗങ്ങളും NP, PN എന്നീ 2 ജംഗ്ഷനുകളും ഉണ്ട്. നേരത്തെ ഡയോഡിൽ പറഞ്ഞതുപോലെയുള്ള ജംഗ്ഷനുകളാണ് ഇതിൽ. അങ്ങനെ 2 ജംഗ്ഷനുകളുള്ള ഒരുമിച്ച് ചേർത്താണ് ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്നത്.
ഈ ട്രാൻസിസ്റ്ററിലെ വിഭാഗങ്ങളെ ഓരോന്നിനും യഥാക്രമം എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് അറിയപ്പെടുന്നു. ജംഗ്ഷനുകൾ എൻ, പി എന്നിവ ചേരുന്നതും അല്ലെങ്കിൽ പി, എൻ എന്നിവയുടെ സംയോജനമായിരിക്കും. രണ്ട് പി ടൈപ്പ് മെറ്റീരിയലുകളും അതിനിടയിലുള്ള ഒരു എൻ ടൈപ്പും ചേർന്നതാണ് പി എൻ പി എന്ന് പറയപ്പെടുന്ന ട്രാൻസിസ്റ്റർ. രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലും അതിനിടയിൽ വരുന്ന ഒരു പി ടൈപ്പും ചേർന്നതിനെ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു. ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഡ്രോയിങ് സിമ്പൽ ഇവിടെ നൽകിയിരിക്കുന്നു. ബേസിനും എമിറ്ററിനും ഇടയിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. പി എൻ പി ട്രാൻസിസ്റ്ററിൽ ഒരു ആരോ മാർക്ക് എമിറ്ററിൽ നിന്നും ബേസിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. എൻ പി എൻ ട്രാൻസിസ്റ്ററിലാണെങ്കിൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഡ്രോയിങ് സിമ്പൽ ഉപയോഗിക്കുമ്പോൾ ഏത് ടൈപ്പ് ട്രാൻസിസ്റ്ററാണ് ഈ ഡ്രോയിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എൻ പി എൻ ആണോ പി എൻ പി ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഡ്രോയിങ്ങിൻ്റെ സിമ്പലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആരോ മാർക്ക് അർത്ഥമാക്കുന്നത് പി എൻ പി ട്രാൻസിസ്റ്ററിൽ ബേസിനെ സംബന്ധിച്ച് എമിറ്റർ പോസിറ്റീവ് ആണെന്നുള്ളതാണ്. എൻ പി എൻ ട്രാൻസിസ്റ്ററിലാണെങ്കിൽ ബേസിനെ സംബന്ധിച്ച് എമിറ്റർ നെഗറ്റീവ് ആണ് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഈ പി എൻ പി എൻ പി എൻ തമ്മിലുള്ള ആ വ്യത്യാസം കാണിക്കുന്നത് അങ്ങനെയാണ്. സർക്യൂട്ടിൽ നിന്ന് പരമാവധി ഇലക്ട്രോണുകളെ ബേസിലേക്ക് എത്തിക്കുകയാണ് എമിറ്റർ ചെയ്യുന്നത്. ബേസിൽ എത്തുന്ന ഇലക്ട്രോണുകളെ ശേഖരിക്കുക എന്നത് മാത്രമാണ് കളക്ടറിൻ്റെ ധർമ്മം. സർക്യൂട്ടിൽ നൽകിയിരിക്കുന്ന യുക്തി അനുസരിച്ച് ബേസിൽ നിന്ന് കളക്ടറിലേക്കുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുക എന്നതാണ് ബേസിൻ്റെ കടമ. ബേസാണ് ട്രാൻസിസ്റ്ററുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ട്യൂട്ടോറിയൽ PCB രൂപകൽപ്പന ചെയ്യുന്നതിന് ആവശ്യം വേണ്ട ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ 4ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.